ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ മുഹറം റാലിക്കിടെ പലസ്തീൻ ഉയർന്നു. റാലിയിൽ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യവും ഉയർന്നിട്ടുണ്ട്. ഒപ്പം ബീഹാറിലും പലസ്തീൻ പതാകയുമായാണ് മുഹറം റാലി നടന്നത്. ഗൗതം, 90-ലാണ് ഈ ശ്രീനഗറിൽ മുഹറം റാലി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 2023 തുടങ്ങുമ്പോൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കർശനമായിട്ട് പാലിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണകൂടം. അതൊക്കെ തന്നെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ തന്നെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വീണ്ടും ഈ മുഹറം റാലിക്കിടെ പലസ്തീൻ പതാകകൾ ഉയർന്നത്. രജനി, ജമ്മു കശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിൽ നടന്ന മുഹറം റാലിക്കിടയിലാണ് വ്യാപകമായി പാലസ്തീൻ്റെ പതാക ഉപയോഗിച്ചത്. നിലവിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അതിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അനുകൂല നിലപാടാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. കാരണം ഇസ്രായേൽ ഭാരതത്തിൻ്റെ ഏറ്റവും നയതന്ത്രപരമായി ഏറ്റവും സൗഹൃദം പങ്കിടുന്ന രാഷ്ട്രം, അതോടൊപ്പം തന്നെ ജൂത സമൂഹവും ഭാരതവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇപ്പോഴത്തെ ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഹമാസ് ഭീകരവാദികളാണ് എന്ന യാഥാർത്ഥ്യം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പൊതുവെ ഭാരതത്തിലെ സമൂഹം ഇസ്രായേലിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇസ്ലാമിക ഭീകര ശക്തികൾ മുഹറവുമായി ബന്ധപ്പെട്ടുള്ള റാലികളിൽ വ്യാപകമായി ഈ പാലസ്തീൻ്റെ പതാക ഉപയോഗിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെ ശ്രീനഗറിൽ നടന്ന റാലിയിൽ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ഇസ്രായേൽ പതാക കത്തിക്കുകയും കൂടാതെ പാലസ്തീൻ്റെ പതാകയും വീശിക്കൊണ്ടാണ് ഈ മുഹറം റാലി സംഘടിപ്പിച്ചത്. ഒപ്പം ബീഹാറിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ 2 സ്ഥലങ്ങളിൽ ഈ മുസ്ലിം സംഘടനകൾ നടത്തിയിട്ടുള്ള റാലിക്കിടയിൽ പാലസ്തീൻ്റെ പതാക ഉപയോഗിക്കുകയും ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശിൽ 4 ദിവസങ്ങൾക്ക് മുൻപ് പാലസ്തീൻ പതാക ഉയർത്തിയ ഒരു വ്യക്തിയെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മാത്രമല്ല UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ഭീകരശക്തികൾക്ക് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഹറം റാലി നടത്തുന്നത് കൊള്ളാം, പക്ഷേ മുഹറം റാലിയുടെ പേരിൽ ആരെങ്കിലും ഈ രീതിയിലുള്ള ഭീകരവാദികളെ പരിപോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഷോ ഓഫ് നടത്തിക്കഴിഞ്ഞാൽ അത്തരം ആളുകളെ അടുത്ത സെക്കൻഡിൽ തന്നെ ജയിലിലടയ്ക്കുമെന്ന ശക്തമായ താക്കീത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകി കഴിഞ്ഞു. അതിനാൽ UPയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മറിച്ച് ജമ്മു കശ്മീരിലും ബീഹാറിലുമാണ് ഇപ്പോൾ ഈ ഹമാസിനെ അനുകൂലിച്ച് ഹമാസ് ഭീകരവാദികളെ അനുകൂലിച്ചുകൊണ്ട് മുഹറം റാലി നടത്തിയിരിക്കുന്നത്. രജനി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.